എല്ലാ കൂട്ടുകാർക്കും കറി ലീഫ് കിച്ചൺ 2.0യിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് ആട്ടിൻ കരൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നല്ല ടേസ്റ്റിയിൽ എങ്ങനെ റോസ്റ്റ് ആക്കാമെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയെന്ന് നോക്കിയാലോ? അതിനായി കഴുകി വൃത്തിയാക്കി നല്ല സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത ലിവർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ലിവറിൽ നന്നായി പിടിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്കൊരു പണി കൂടിയുണ്ട്. ഇതിൻ്റെ മെയിൻ പാർട്ടാണ്. നമുക്ക് ഒരു 10-12 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി എന്നിവ ഒരു മിക്സിയിലിട്ട് കൂടെ 3 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇതിന് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഈ കൂട്ട് ലിവറിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവർ കൂടി നമുക്ക് കിട്ടും. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ലിവർ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റുക. ഇനി വേവുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഞാനിവിടെ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കർ തണുത്തതിന് ശേഷം നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണേ. ഇതിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ടെക്സ്ചറുമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ലിവർ നന്നായി കറുത്ത കളറിലും വരും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായതിന് ശേഷം ലിവർ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റോളം ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഇളക്കി കൊടുത്ത് നമുക്ക് നല്ല ഡ്രൈ ആക്കാം. അങ്ങനെയെങ്കിൽ കൂടുതൽ കാലം നമുക്ക് സ്റ്റോറും ചെയ്ത് വയ്ക്കാം. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. നല്ല വറ്റി റോസ്റ്റ് പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. എല്ലാവർക്കും നന്ദി.